നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Celebrating 50 years. Majestic Jewelers. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വിട്ട് BJPയിൽ ചേർന്നയാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. വീട്ടിലേക്ക് പടർന്ന തീ പെട്ടെന്ന് അണക്കാനായതിനാൽ കുടുംബം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചങ്ങരംകുളം നന്നമുക്ക് പഞ്ചായത്തിലെ ആലങ്കോട് കക്കിടിപ്പുറത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. വടക്കേപുരക്കൽ രാമചന്ദ്രന്റെ സ്കൂട്ടറാണ് അഗ്നിക്കിരയായത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ വീടിന്റെ സിറ്റ്ഔട്ടിനോട് ചേർന്ന് നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടർ. പുലർച്ചെ 1 മണിയോടെ വലിയ ശബ്ദം കേട്ട് ഉണർന്ന കുടുംബം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത്. തീ സിറ്റ്ഔട്ടിലേക്ക് വരെ പടർന്നിരുന്നു. സിറ്റ്ഔട്ടിന്റെ കൈവരികൾ ഉൾപ്പെടെ കത്തി. ഉടൻ മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പരിഭ്രാന്തരായി പകച്ചു നിൽക്കാതെ കുടുംബം സമയോചിതമായി പ്രവർത്തിച്ചതിനാലാണ് വീട്ടിലേക്ക് പടർന്ന തീ അണക്കാൻ ആയത്. രാമചന്ദ്രൻ, ഭാര്യ ശ്യാമള, മകൾ മാളവിക, മറ്റൊരു മകളായ യമുനയുടെ 4 വയസ്സുള്ള മകൻ എന്നിവരാണ് സംഭവസ്ഥലത്ത് വീട്ടിലുണ്ടായിരുന്നത്. ആശാരിയായ രാമചന്ദ്രൻ 3 വർഷം മുമ്പ് ശ്യാമളയുടെ പേരിൽ വാങ്ങിയതാണ് സ്കൂട്ടർ. കഴിഞ്ഞ നവംബറിലാണ് അടവ് കഴിഞ്ഞ് വണ്ടി സ്വന്തമായത്. ഒരു കാലത്ത് CPMനു വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്നയാളാണ് രാമചന്ദ്രൻ. കുറച്ചു കാലമായി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച രാമചന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി BJPയിൽ ചേർന്നിരുന്നു. വാഹനം പൂർണ്ണമായും കത്തി ചാമ്പലായിട്ടുണ്ട്. ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CCTV ക്യാമറകൾ ഇല്ലാത്തതാണ് രാമചന്ദ്രന്റെ വീട്. സമീപത്തെ വീടുകളിലും ക്യാമറകളില്ല. കത്തിച്ചതാണോ എന്ന് വ്യക്തമാകുന്നതിന് ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. എഡിറ്റർ ലൈവ് ചങ്ങരംകുളം. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? Celebrating 50 years. Majestic Jewelers.